അടൂർ മഹതോഭാര ശ്രീ മഹാലിംഗേശ്വര മഹാവിഷ്ണു വിനായക ക്ഷേത്രത്തിൽ വീണ്ടും പ്രസിദ്ധമായ കൗഡിങ്ങാന യാത്രയ്ക്ക് അരങ്ങൊരുങ്ങി. ജനുവരി 1 മുതൽ 14 വരെയാണ് അനുബന്ധ ചടങ്ങുകളോടെയുള്ള മഹോത്സവം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഒരു വ്യാഴവട്ടത്തിലൊരിക്കൽ അഥവാ 12 വർഷത്തിലൊരിക്കലാണ് അടൂർ മഹതോഭാര ശ്രീ മഹാലിംഗേശ്വര മഹാവിഷ്ണു വിനായക ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും മൂലസ്ഥാനവുമായി ബന്ധപ്പെട്ട കൗഡിങ്ങാന യാത്രയും നടക്കാറുള്ളത്. ഇതോടൊപ്പം തന്നെ ഇത്തവണ ക്ഷേത്രത്തിലെ ആരൂഢങ്ങളിൽ രക്തേശ്വരിയുടെയും നന്ദിയുടെയും പ്രതിഷ്ഠയും കൊല്ലത്താൽ നടത്തിവരാറുള്ള മകരസംക്രമണ ഉത്സവവും നടക്കും. 2025 ജനുവരി 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ എല്ലാ തരത്തിലും സവിശേഷമായ ഈ ഒരു മഹോത്സവം നടക്കുന്നത്. ഇതിനുള്ള മുന്നൊരുക്കങ്ങളും ഗണപതി ഹോമത്തോടെയുള്ള ശുദ്ധികർമ്മങ്ങളും അലങ്കാരങ്ങളുമെല്ലാം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. കൗഡിങ്ങാന യാത്ര അറിയിക്കാനും അനുവാദം വാങ്ങാനുമായി തന്ത്രിയും പരിവാരങ്ങളും ജനുവരി 1 ബുധനാഴ്ച രാവിലെ 6 മണിയോടെ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം, മുജങ്കാവ് പാർത്ഥസാരഥി ക്ഷേത്രം, കുമ്പളക്കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പുറപ്പെടും. വൈകിട്ടോടെ തിരികെയെത്തുന്ന തന്ത്രി ഉത്സവം തീരും വരെ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കും. എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികളുടെ ആശീർവാദത്തോടെ വേദമൂർത്തി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാറാണ് മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ಈ ಸ್ಥಳಕ್ಕೆ ಹೆಸರಿಗೆ ಅಂತೇಳಿ ಉರುಡೂರು ಅಂತ ಉರುಡಿಕೊಂಡು ಬಂದು ನಿಂತಹ ಸ್ಥಳ ಈಗ ಇರುವಂತಹ ಕ್ಷೇತ್ರದ ಸ್ಥಳ. ಎಷ್ಟಕ್ಕೂ ನಾ ಸೋಲುವುದಿಲ್ಲ ಅಂತ ಆಗುವಾಗ ಅರ್ಜುನ ಇಲ್ಲಿ ಮಳಲ ಲಿಂಗ ಮಾಡಿ ಶಿವನಿಗೆ ಪೂಜೆ ಮಾಡಲಿಕ್ಕೆ ತೊಡಗಿದ್ದು. ಶಿವನಿಗೆ ಆ ಪೂಜಾ ಕೈಂಕರ್ಯಕ್ಕಿರುವಂತಹ ಹೂವಿನ ಪ್ರಾಧಾನ್ಯತೆ ಇರುವುದು. ಒಂದು ಬಿಲ್ಲಪತ್ರೆ, ಮತ್ತೊಂದು ರಂಜೆ ಹೂ, ಕಣಗಿಲೆ, ಮತ್ತೊಂದು ಕಕ್ಕೆ, 4 ಹೂವಿನಿಂದ ಅವ ಪೂಜೆ ಮಾಡಿದ್ದು. ಯಾವ ಶಿವಲಿಂಗಕ್ಕೆ ಅವ ಪೂಜೆ ಮಾಡಿದ್ದು ಅದೆಲ್ಲ ಹೋಗಿ ಬಿದ್ದದ್ದು ಯಾರಿಗೆ ಅಂತ ಎಲ್ಲಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಬೇಡನ ಪಾದದ ಅಡಿಗೆ. അനുജനായ രവീശതന്ത്രി കുണ്ടാർ തന്നെയാണ് പ്രധാന ഉപകർമ്മി. ನಮ್ಮ ಮುಂದಿರುವಂತ ಗುರಿ ಯಾವುದೆಂದ್ರೆ ಅಷ್ಟಮಂಗಲ ಪ್ರಶ್ನೆ ಕಳೆದು ನಾವು 2013ಕ್ಕೆ ಮುಂಚಿತವಾಗಿ ಜೀರ್ಣೋದ್ಧಾರ ಕಾರ್ಯವನ್ನು ಪ್ರಾರಂಭಿಸಿಕೊಂಡು ಒಂದು ಹಂತದ ಜೀರ್ಣೋದ್ಧಾರ ಕಾರ್ಯವನ್ನು 2013ರಲ್ಲಿ ಪೂರ್ತೀಕರಿಸಿಕೊಂಡ್ರೆ 2025ರಲ್ಲಿ 2ನೇ ಕೌಡಿಂಗಾನ ಯಾತ್ರೆಗಾಗುವಾಗ ನಾವು 2ನೇ ಹಂತದ ಜೀರ್ಣೋದ್ಧಾರ ಕಾರ್ಯವನ್ನು ಪೂರ್ತೀಕರಿಸಬೇಕಿತ್ತು. ಆದರೆ ಕಾರಣಾಂತರಗಳಿಂದ ದೊಡ್ಡ ಒತ್ತಡದ ಕೆಲಸ ಆಗಿರುವ ಕಾರಣ ನಮಗೆ 2025ಕ್ಕೂ ಕೂಡ ಪೂರ್ತೀಕರಿಸಿಕೊಳ್ಳಿಕ್ಕೆ ಆಗಲ್ಲ. ಆದರೆ ಪುನಃ ಕ್ಷೇತ್ರದಲ್ಲಿ ಪ್ರಶ್ನೆ ಚಿಂತನೆ ಮಾಡಿ ಈ ವರ್ಷ ಕೌಡಿಂಗಾನ ಯಾತ್ರೆಯನ್ನು ಮಾಡೋದಕ್ಕೆ ಪರಿಪೂರ್ಣವಾಗಿ ದೇವರ ಒಪ್ಪಿಗೆ ಬಂತು. ಆದರೆ ಅದರ ಜೊತೆಯಲ್ಲಿ ಇರುವಂಥ ನಿಬಂಧನೆ ಯಾವುದೆಂದರೆ 2026 ಆಗುವಾಗ ನಮ್ಮೆಲ್ಲ ಜೀರ್ಣೋದ್ಧಾರ ಕಾರ್ಯಗಳು ಕೂಡ ಪೂರ್ತೀಕರಿಸಿ ಅಲ್ಲಿ ಅತ್ಯಂತ വിജൃംഭണಯಿಂದ ബ്രഹ്മകലശോത്സവം നടിಬೇಕಾಗಿದೆ. മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ജനുവരി 14 കാത്തിരിപ്പിന്റെ പുണ്യമെന്നോണം വന്നെത്തുന്ന കൗഡിങ്ങാന യാത്ര. പുലർച്ചെ 3 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും യാത്ര പുറപ്പെടും. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ജനുവരി 1 മുതൽ തന്നെ വ്രതനിഷ്ഠ പാലിക്കണമെന്നും 13 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ.